ഒരുപാട് വർഷങ്ങളായിട്ട് സന്താനങ്ങളില്ലാതെ ഭഗവതി സമക്ഷത്തിൽ വന്ന് സന്താന പൂജ ചെയ്ത്, അതും തിരുവനന്തപുരം ഭാഗത്തുനിന്ന്, കാരണം നമ്മുടെ നാട്ടിൽ നിന്നല്ല, നമ്മുടെ ഈ സന്നിധിയെക്കുറിച്ചിട്ട് അവർ മനസ്സിലാക്കുകയും അവർ ദമ്പതി സമേതം ഇവിടെ വരികയും ഭഗവതി സമക്ഷത്തിൽ സന്താന പൂജകളൊക്കെ ചെയ്ത് അവർക്കൊരു സന്താനമൊക്കെ ഉണ്ടായി. അവർക്കൊരു ഗവൺമെൻറ് ജോബ് ഉണ്ടായിരുന്നില്ല, അവർക്കൊരു ഗവൺമെൻറ് ജോബ്. അവരിന്നിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് എഞ്ചിനീയറായിട്ട് ജോലിയുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഭഗവതി സമക്ഷത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്, ആദ്യം നിങ്ങൾക്കൊരു കർമ്മം, ഒരു ജോലി ഉണ്ടാവുക, എന്നതിന് ശേഷം സന്താനങ്ങൾ. ഭഗവാന് സ്വർണത്തിൻ്റെ മാലയാണ് അവർ സമർപ്പിച്ചവിടെ. വർഷത്തിൽ ഒരു പ്രാവശ്യം അവർ ദമ്പതി സമേതം ഇവിടെ വന്ന് ഭഗവതി സമേതം ഭഗവാനെ കാണുകയും ഭഗവാന്റെ ദർശനത്തിൽ ഇരിക്കുകയും ഭഗവാന് വേണ്ടുന്നതായ കാര്യങ്ങൾ, കാരണം ഇവിടെ എന്താണോ, കാരണം പൂജാതി കർമ്മങ്ങൾ, അതിനുള്ള എല്ലാത്തിനും അവരുടെ സാമ്പത്തിക സഹായം ഇന്നലെ വരും നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് വടക്കേ മലബാറിൽ ശ്രീ വിശ്വമായ സ്വാമി ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ. ശ്രീ പുലിയേടത്ത് ശ്രീ മുത്തച്ഛൻ വിശ്വമായ സ്വാമി സന്നിധിയിൽ വരുന്ന ഓരോരോ ഭക്തന്മാർക്കും അവരുടെ അനുഭവങ്ങൾ കിട്ടിയതിന് ശേഷമാണ് അവർ ഈ കാണുന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥന എന്താണോ ആ പ്രാർത്ഥനയ്ക്കുള്ളതായ കാര്യങ്ങൾ ഭഗവാനോടും ചെയ്തോളൂ.